RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന 2026 വേൾഡ് കപ്പിലെ സൂപ്പർ ക്ലാസിക് പോരാട്ടത്തെ കുറിച്ചാണ്. അത് വേറെ ഒരു മത്സരമല്ല, എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരം. ഇന്ന് രാത്രി, കറക്റ്റായിട്ട് പറഞ്ഞാൽ നാളെ പുലർച്ചയ്ക്ക് 3:30 മത്സരം നടക്കാൻ പോകുന്നത്. എന്തായാലും തീപ്പാറിയ വേൾഡ് കപ്പിന് അങ്ങനെ ഒന്നുകൂടെ ഒരു സ്പിരിറ്റ് കൂടാനുള്ള ഒരു തീപ്പാറിയ മത്സരം നടക്കാൻ പോകുന്നത്. ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുകട്ടിയായിട്ടുള്ള ഗ്രൂപ്പ് സ്റ്റേജ് മത്സരമാണ്. ഈ ഒരു മത്സരത്തിൽ വിജയി തന്നെയായിരിക്കും ഈ ഒരു ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് കടക്കുക എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു കളിയെക്കുറിച്ച് പറയാനുള്ളത്, കളിയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോവാന്നുള്ളത്. ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയുള്ള ഒരു കാര്യമാണ്. എന്താണ്, നെയ്മർ ജൂനിയർ ഈ കളിക്ക് ഉണ്ടാവില്ല, സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനിയും ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ അടുത്ത മത്സരത്തിലേക്ക് ആയിരിക്കും ഗ്രൂപ്പ് സ്റ്റേജിൽ ചിലപ്പോൾ കളിക്കാൻ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ തന്നെയാണ്. ആളുടെ കളി കാണാൻ വേണ്ടിയിട്ടാണ് ലോകമൊക്കെ എമ്പാടുമുള്ള ബ്രസീൽ ഫാൻസുകാർ കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ കളി എന്തായാലും തീപ്പാറും, അതിൽ യാതൊരു സംശയമില്ല. ആര് ജയിച്ചു തോൽക്കൊന്നുമില്ല, പക്ഷെ തീപ്പാറിയ ഒരു പോരാട്ടം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു സൈഡിൽ ശക്തരായ ബ്രസീലാണ്. അവര് ഈ വേൾഡ് കപ്പിലേക്ക് വരുന്ന സമയത്ത് ഫേവറേറ്റുകളായിട്ടൊന്നല്ല വരുന്നത്. 5ാം സ്ഥാനത്താണ്. ലാറ്റിൻ അമേരിക്കൻ ക്വാളിഫയറിൽ 5ാം സ്ഥാനത്താണ് അവർ വരുന്നത്. അപ്പോൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ 28 മത്സരങ്ങളോളം തോൽക്കാതെ വരുന്ന മൊറോക്കൻ പടയാണ്. അവര് ആഫ്രിക്കൻ നാഷൻസ് കപ്പിൽ അവർ ഫൈനലിൽ ഇപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടായി നിൽക്കുകയാണ്. അപ്പോൾ ഫൈനൽ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് കുറച്ച് കാലത്തിന് ശേഷം ട്രോഫി തിരിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ ആഫ്രിക്കയിൽ ശരിക്കും അതിന്റെ ജേതാക്കൾ മൊറോക്കോ ആണ്. അങ്ങനെ കിടിലൻ ഒരു ടീമായിട്ട് അഷ്റഫ് ഹക്കീമിയുടെ മൊറോക്കോ. ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞകൾ അത്ര മോശക്കാരൊന്നല്ല. കുറെ ആളുകൾ ബ്രസീലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇതില് മൊറോക്കോയ്ക്കെതിരെ പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട്, ചില പണി കിട്ടുന്നുള്ള ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഈ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. 2002 ബ്രസീൽ വേൾഡ് ചാമ്പ്യന്മാരാവുന്നത് എന്താ പറഞ്ഞാൽ ഫേവറേറ്റുകൾ അല്ലാതെയാണ് അവർ വേൾഡ് കപ്പിന് വരുന്നത്. വേൾഡ് കപ്പിന് വരുന്ന സമയത്ത് യോഗ്യതാ മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 3ാം സ്ഥാനക്കാരായിട്ടാണ് അവർ കയറുന്നത്. അത് 6ഓളം മത്സരങ്ങൾ പരാജയവും 9 സമനില, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ലാസ്റ്റ് 9 വിജയവും 6 തോൽവിയൊക്കെ ആയിട്ടാണ് അവർ വേൾഡ് കപ്പിന് വരുന്നത്. അതും റൊണാൾഡോ നസാരിയുടെ പരിക്കിന് ശേഷവും ആളുടെ ടീമിൽ സ്ക്വാഡിലെടുത്തതിന് ഒരുപാട് എന്താണ് അവിടുത്തെ കോച്ചും അതേപോലെ തന്നെ ഒരുപാട് പഴി കേട്ടിട്ടാണ് ആ ഒരു സ്ക്വാഡ് കളി തുടങ്ങുന്നത്. കളിയിൽ അത്യാവശ്യം നല്ല സ്ക്വാഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്ര ഫേവറേറ്റുകളായിട്ടായിരുന്നില്ല ബ്രസീൽ വന്ന്. അങ്ങനെ 7 മത്സരങ്ങളിൽ 7ഉം വിജയിച്ചിട്ട് ആ സ്വപ്ന കിരീടം മുത്തമിടുമ്പോൾ ടോപ്പ് സ്കോറായിട്ടാണ് റൊണാൾഡോ നസാരിയോ ആ ഒരു വേൾഡ് കപ്പിൽ ചുംബിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. എന്താ പറഞ്ഞാൽ ആരും പ്രതീക്ഷിച്ചില്ല ആ ഒരു വേൾഡ് കപ്പ്. എന്താ പറഞ്ഞാൽ മറ്റുള്ള ഒരുപാട് ടീമുകൾ, അർജന്റീന ആയിക്കോട്ടെ, ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, ഒരുപാട് ടീമുകൾ, ജർമ്മനി, എല്ലാവരും നല്ല പീക്ക് ഫോമിൽ കളിക്കുക. അവർക്കൊക്കെ ആയിരുന്നു ഫേവറേറ്റുകളായിട്ട് കാണപ്പെട്ടത്. പക്ഷെ ഫൈനലിൽ മുത്തമിട്ടപ്പോൾ കനഡികൾ ആ ഒരു ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതേപോലെയാണ് ഈ ഒരു സീസണിൽ വരവ്. ഈ ഒരു സീസണിൽ ലാറ്റിൻ അമേരിക്ക പോയി കഴിഞ്ഞാൽ 5ാം സ്ഥാനക്കാരായിട്ടാണ് അവർ യോഗ്യത നേടുന്നത്. ഒരുപാട് മത്സരങ്ങൾ പരാജയപ്പെട്ടും അതേപോലെ തന്നെ വേൾഡ് കപ്പ് സ്ക്വാഡ് നിർണയത്തിലും നെയ്മർ ജൂനിയർ അവസാന നിമിഷം വരെ ആ സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ബ്രസീലിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ മിഡ്ഫീൽഡ് തന്നെയാണ്. വെസ്ലി ഇപ്പോ പരിക്ക് പറ്റിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു മടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നെയ്മർ ജൂനിയറിന്റെ ഒരു കാത്തിരിപ്പ് ഇനിയും ചിലപ്പോൾ അടുത്ത മത്സരത്തിലേക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജിലെ 2ാമത്തെ മത്സരം വരെ കാത്തിരിക്കേണ്ടി വരുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ തീപാറുന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ ആരായിരിക്കും ഈ മത്സരത്തിൽ വിജയിക്കുക എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. മൊറോക്കോ സംബന്ധിച്ചിട്ട് അവർക്ക് കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവര് ബെൽജിയത്തെ പുറത്താക്കി, പിന്നെ പോർച്ചുഗൽ ഒക്കെ നടന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അവര് ഏതറ്റം വരെ പോകാനും അവരുടെ ആ ഒരു അറ്റാക്കിങ്ങും അതേപോലെ തന്നെ എന്തും കൊടുത്ത് കളിക്കും. ആ ഒരു ഫൈറ്റും ആ പ്രസ്സിങ്ങും കാര്യങ്ങളും. പക്ഷെ ബ്രസീലാണ് എതിർവശത്തുള്ളതെന്ന കാര്യം കൂടി ആലോചിക്കണം. 5 പ്രാവശ്യം സ്വർണ്ണകിരീടം മുത്തോട്ടവർക്ക് ഈ മൊറോക്കോ ഒന്നും ആവില്ല എന്നുള്ള കാര്യം സംശയം. പക്ഷെ എന്തായാലും കളി ഇന്ന് തീപ്പാറും. അത് ഈ ഒരു ഇപ്പോൾ വേൾഡ് കപ്പ് തുടങ്ങി 4-5 മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. 2 ഗ്രൂപ്പ് കഴിഞ്ഞു. സി ഗ്രൂപ്പിലാണ് ബ്രസീലിന്റെ മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ ഈ ഒരു ചൂട് അങ്ങോട്ട് കയറിയിട്ടില്ല എന്ന് പറയാം. ബ്രസീൽ, അർജന്റീന, അതേപോലെ തന്നെ ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട് ഇവരുടെ ഒന്നും കളികൾ എത്താത്തതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ പരോഗ്വയും അമേരിക്കയും അതേപോലെ തന്നെ മെക്സിക്കോ ഇവരുടെയൊക്കെ കളികൾ നടന്ന്. പക്ഷെ കളി എന്തായാലും ചൂട് പിടിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ടീമുകളുടെ കളി വരുന്നുള്ള. അപ്പോൾ അതാണ് ഇന്ന് രാത്രി കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇവരുടെ കളി കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എല്ലാ ബ്രസീൽ ഫാൻസുകാർക്കും അവരുടെ ടീം ജയിക്കട്ടെ എന്ന് ആശംസിക്കാം. പക്ഷെ മൊറോക്കോനെ എഴുതി തള്ളരുത്. മൊറോക്കോ എന്തായാലും എന്നുള്ള കാര്യം സംശയമൊന്നും. ബ്രസീലിന്റെ ഡിഫൻസ് നോക്കിയാൽ കട്ടുകട്ടിയായ ഒരു ഡിഫൻസും അതേപോലെ തന്നെ അറ്റാക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ വിനീഷ്യസ് ജൂനിയർ, റഫീനിയും അതേപോലെ തന്നെ മാക്ടി കുഞ്ഞിയും ഒക്കെ അടങ്ങുന്ന ഒരു കിടിലൻ അറ്റാക്കിംഗ് ത്രയം എല്ലാം ഉണ്ട്. ഹെൻഡ്രിക് ഒക്കെ അടങ്ങുന്ന ഒരു കിടിലൻ അറ്റാക്കിംഗ് ത്രയമാണ്. ഗോൾ കീപ്പർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ കിടിലൻ അലിസൺ ബക്കറും അതേപോലെ തന്നെ ആൻഡേഴ്സണും ഒക്കെ കിടിലൻ ഗോൾ കീപ്പർ വൈസാണ്. പക്ഷെ അവിടെയും കാസിമീറോ നോക്കിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ ആകെ ഒരു ഒറ്റയാൾ പട്ടാളെന്ന് പറയാം. പിന്നെ ആരും അത്ര
ക്രിയേറ്റിവിറ്റി ആയിട്ട് ആ ഒരു മിഡ്ഫീൽഡിനെ ഭരിക്കാൻ പറ്റിയ ഒരു പ്ലെയേഴ്സ് ശരിക്കും ബ്രസീലിന് ഇല്ല എന്ന് തന്നെ പറയാം. അതന്നെയാണ് അവരുടെ ഒരു പോരായ്മ നമുക്ക് നോക്കി കാണുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയിൽ ഇവരുടെ അറ്റാക്കിനെ എങ്ങനെയാണ് പിടിച്ചു നിർത്തുക ഈ ബ്രസീലിന്റെ മിഡ്ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ടീമായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു സൈഡാണ് മൊറോക്കോന്റെ ഭാഗം നോക്കി കഴിഞ്ഞാൽ. മൊറോക്കോ ഒന്നായിട്ട് അങ്ങോട്ട് ഈ എന്താ പറയാ ഈ അറ്റാക്കിംഗ് വരുന്ന സമയത്ത് ഏത് ഭാഗത്തുനിന്നല്ല ഫുൾ ടീമായിട്ടാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഡിഫൻസിലേക്ക് അതേപോലെ ഫുൾ ടീമായിട്ട് ഇറങ്ങും. അപ്പൊ എന്തായാലും അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അഞ്ചലോട്ടിയുടെ ആവനാഴിയിൽ എന്താണ് കരുതി വെച്ചിരിക്കുന്നതാണ് എല്ലാ ആരാധകരും കാത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.